കൊടുത്ത് എണീറ്റിട്ട് വരുന്ന സമയം നോക്കറോ. വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടാവും, എന്തെങ്കിലും സഹായം വേണം, അങ്ങനത്തെ ഒരു ചിന്തയുമില്ല. അച്ഛാ, ഏട്ടന് നൈറ്റ് ഷിഫ്റ്റ് ആണ്. ചില ദിവസം രാവിലെ വരെ പണിയുണ്ടാകും. രാവിലെ വരെ പണിയെടുക്കുന്നത് തന്നെ ഒന്നും ആർക്കും അറിയാം. എന്തിന് ചായ മാത്രമാക്കുന്നേ? ചോറും കൂടെ കൊടുക്ക്. ഉച്ചയായല്ലേ ഏതായാലും. ബാക്കിയുള്ളവരുടെ കഷ്ടപ്പെടാൻ മാത്രം മതി. പൊന്നോ, എന്താ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇത് തീർത്തിട്ട് പഠിക്കാം. ഓനെ കൊണ്ടൊരു കാർ ഒറ്റക്ക് കഴുകാൻ പറ്റുന്നില്ലേ? മര്യാദക്ക് പഠിച്ചാൽ ഏതെങ്കിലും നല്ല കമ്പനിയിൽ ജോലിക്ക് കയറാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും തുക്കുട കമ്പനിയിൽ വഴിയോളം പണിയെടുത്ത് കാറും കൈ കൊണ്ട് നടക്കാം. കൂട്ടേടാ, കളിക്കാൻ വരുന്ന? ഇല്ലടാ, നീ പോയിക്കോ. സച്ചോട്ടനുണ്ട്. നീ ഒന്ന് പോടും മോനെ. ഇവന്റെ ഒക്കെ കൂടി ഇവനെ പോലെ ഒന്നും വേണ്ട. പിന്നെ നിന്റെ അച്ഛനും അമ്മയോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. വെറുതെ പിള്ളേരെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? സംഭവം ശരി തന്നെ, പണ്ട് ഞാൻ ഭയങ്കര അലമ്പായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ജോലിയില്ലേ, ഞാനും സമ്പാദിക്കുന്നില്ലേ, വീട്ടിലെ കണ്ട കാര്യങ്ങൾ ഞാനും ചെയ്യുന്നില്ലേ. പിന്നല്ല, അച്ഛൻ പറഞ്ഞു പറഞ്ഞ ഒറ്റ ഫ്രണ്ട്സ് പോലും വീട്ടിലേക്ക് വരുന്നില്ല. എന്താ അറിയോ? എന്തിനു വിളിച്ച കോളർ എടുക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. അച്ഛാ, അച്ഛന്റെ മനസ്സിൽ ഏട്ടനോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതിപ്പോ പുറത്ത് കാണിച്ചാ എന്താ? അച്ഛന്റെ സ്വന്തം മോനല്ലേ. മോളെ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാത്തെ? എനിക്കെല്ലാം മറന്ന് സമാധാനമായി. എന്നെപ്പോലൊരു മകനുണ്ട് എന്നാൽ ഞാൻ നീ സിനിമയിലൊന്നും കണ്ടിട്ടില്ലേ? എപ്പം അച്ഛനും മോനും ഒന്നാണോ അപ്പം അച്ഛൻ തട്ടിപ്പോകും. വെറുതെ റിസ്ക് എടുക്കാൻ കഴിയാം.